എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ശക്തമായ ഒരു സന്ദേശത്തെക്കുറിച്ചാണ്. 1972 യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ നൽകിയ ഒരു സന്ദേശം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് അന്നും ഇന്നും ഒരുപോലെ പ്രസക്തമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലും ഒരു പുതിയ ഉണർവ് കൊണ്ടുവരാൻ കെൽപ്പുള്ള ചില ആശയങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ ആ വിഷയത്തിലേക്ക് കടന്നാലോ? തുടങ്ങുന്നതിനു മുൻപ് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. ശരിക്കും തകർന്നു വീഴാൻ പോകുന്ന ഒരു മതിലിലാണോ നിങ്ങൾ ഇപ്പോഴും പിടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നോ, നമുക്ക് ഒരു ഗുണവും ചെയ്യാത്ത കാലം കഴിഞ്ഞുപോയ ചില ചിന്തകൾ, ചില ശീലങ്ങൾ, അതിലൊക്കെ നമ്മൾ ഇപ്പോഴും മുറുകെ പിടിക്കുന്നുണ്ടോ? അങ്ങനെയൊന്ന് സംരക്ഷിക്കാൻ നോക്കുന്നത് വെറുതെ സമയം കളയലല്ലേ? അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗം ഇതാണ്: പഴയ ചങ്ങലകളുടെ ഭാരം. എന്തിനാണ് നമ്മളിൽ പലരും ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത്? നമുക്കതൊന്ന് നോക്കാം. നിങ്ങളൊന്ന് കണ്ണടച്ചാലോചിച്ചു നോക്കൂ. പൊടി പിടിച്ച് എപ്പോ വേണമെങ്കിലും നിലം പൊത്താവുന്ന ഒരു പഴയ കെട്ടിടത്തിനകത്ത് നിങ്ങൾ നിൽക്കുന്നു. ഏതാണ്ട് അതുപോലെയാണ് നമ്മുടെ കാലഹരണപ്പെട്ട വിശ്വാസങ്ങളും സങ്കുചിത ചിന്തകളും. അതിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്തോറും നമ്മൾ കൂടുതൽ തളർന്നു പോവുകയുള്ളൂ, അല്ലേ? ഇവിടെ നോക്കൂ, രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസം. ഒരു വശത്ത് പഴയ ചങ്ങലകൾ, അതായത് പഴയ ചിന്തകൾ, സങ്കുചിത മനോഭാവം, ഒരു മാറ്റവുമില്ലാത്ത അവസ്ഥ. മറുവശത്തോ സന്തോഷത്തിന്റെ ഒരു സ്വാഭാവികമായ അവസ്ഥ, മാറ്റങ്ങളെ സ്വീകരിക്കാനുള്ള തുറന്ന മനസ്സ്, എപ്പോഴും മുന്നോട്ടു പോകുന്ന പ്രകൃതിയുടെ നിയമം. അപ്പോ ഒന്ന് നമ്മളെ കെട്ടിയിടുമ്പോൾ മറ്റേത് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. സിമ്പിളല്ലേ? ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. ഉജ്ജ്വലമായ ഭാവിയുടെ പ്രഖ്യാപനം. ഈ പഴയ മതിലുകളൊക്കെ തകർന്നു വീഴുമ്പോൾ ആ ഇരുട്ടിലേക്ക് എങ്ങനെയാണ് ഒരു പുതിയ വെളിച്ചം വരുന്നത്? പ്രതീക്ഷയുടെ ഒരു കിരണം നമുക്ക് കാണാം. ഈ സന്ദേശത്തിനൊരു പ്രത്യേക വർഷമുണ്ട്: 1972. ഓർത്തുവെക്കേണ്ട ഒരു വർഷം. കാരണം ആ വർഷമാണ് യുഗഋഷി ഒരു പുതിയ യുഗത്തിനു വേണ്ടി, ഒരു വലിയ മാറ്റത്തിനു വേണ്ടി നമ്മളെല്ലാം വിളിച്ചത്. അദ്ദേഹം മുന്നോട്ട് വെച്ച ആ വലിയ ആശയമാണ് യുഗനിർമാൾ യോജന. അതിന്റെ അർത്ഥം യുഗനിർമ്മാണ പദ്ധതി എന്നാണ്. കേൾക്കുമ്പോൾ ഒരു പ്ലാൻ ആണെന്ന് തോന്നാമെങ്കിലും ഇത് അതല്ല. മനുഷ്യരാശിയെ ഒന്നടങ്കം ഒരു പുതിയ, കൂടുതൽ പ്രകാശമുള്ള ഒരു യുഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിനുള്ള ആഹ്വാനമാണത്. ഒരു ബ്ലൂ പ്രിന്റ് പോലെ. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഇതായിരുന്നു: 21ാം നൂറ്റാണ്ട് തീർച്ചയായും ഒരു ശോഭനമായ ഭാവിയുടെ നൂറ്റാണ്ടായിരിക്കും. ഇത് കേവലമൊരു പ്രവചനം മാത്രമല്ല, നമ്മൾ ഓരോരുത്തരോടുമുള്ള ഒരു ആഹ്വാനമാണ്. വെറുതെ കാഴ്ചക്കാരായി മാറി നിൽക്കരുത്. ഈ മാറ്റത്തിൽ നമ്മളും ഭാഗമാകണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എത്ര മനോഹരമായൊരു ആശയമാണെന്ന് നോക്കൂ. നമ്മുടെ ബോധത്തെ, നമ്മുടെ ചിന്തകളെ നമ്മൾ ഉയർത്തുമ്പോൾ ലോകത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടുന്നു. ലോകത്തെ മാറ്റാനുള്ള താക്കോല് വേറെ എവിടെയുമല്ല, നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ ഉള്ളിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകം താനേ മാറും. അപ്പോ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിന്റെ എല്ലാം കാതലെന്താണ്? ആ സന്ദേശത്തിന്റെ ഹൃദയഭാഗത്തേക്ക് നമുക്കൊന്ന് പോകാം. യുഗഋഷിയുടെ ആ അനശ്വരമായ വാക്കുകൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ശ്രദ്ധിച്ചേക്കണം. ഒരു പുതിയ യുഗം വരുന്നു, പക്ഷേ തങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുന്നവർക്ക് മാത്രമേ അത് കാണാൻ കഴിയൂ. യുഗപരിവർത്തനത്തിന് വ്യക്തിയുടെ പരിവർത്തനം അനിവാര്യമാണ്. ചിന്തയിൽ വിശുദ്ധിയും കർമ്മത്തിൽ വൈദഗ്ധ്യവും കൊണ്ടുവരുന്നവൻ വരാനിരിക്കുന്ന സുവർണയുഗത്തിൽ പങ്കാളിയാകും. ഉജ്ജ്വലമായ ഭാവി ഇനിയൊരു സങ്കല്പമല്ല, അതൊരു ധ്രുവസത്യമാണ്. എന്തൊരു ശക്തമായ വാക്കുകളാണിത്, അല്ലേ? മാറ്റം നമ്മൾ പുറത്തല്ല അന്വേഷിക്കേണ്ടത്, അത് തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. ഇതിലും വ്യക്തമായി ഇതെങ്ങനെയാണ് പറയുക? ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഈ പുതിയ യുഗത്തെ നമുക്ക് എങ്ങനെ സ്വാഗതം ചെയ്യാം? ഇത്രയും വലിയ ആശയങ്ങളെ എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം: ഈ മാറ്റമെന്ന് പറയുന്നത് വേറെ എന്തോ ആയിത്തീരലല്ല, ഒരിക്കലുമല്ല. മറിച്ച് നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക്, നമ്മുടെ ഉള്ളിലെ ആ സന്തോഷത്തിലേക്കും പോസിറ്റിവിറ്റിയിലേക്കും തിരികെ പോവാണ്. കാരണം അതാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ. അപ്പോ എങ്ങനെയാണ് ഈ മാറ്റം കൊണ്ടുവരിക? അതിന് വളരെ ലളിതമായ 3 വഴികളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ്: നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക. ലോകത്തെ ഇപ്പോൾ ഉള്ളതുപോലെ മാത്രം കാണാതെ അതിനെങ്ങനെയായി തീരാൻ കഴിയുമെന്ന് കാണുക. രണ്ടാമത്തേത്: നമ്മുടെ ചിന്തകളിൽ ശുദ്ധി കൊണ്ടുവരിക. എപ്പോഴും പോസിറ്റീവായി, ക്രിയേറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തേത്: നമ്മുടെ പ്രവൃത്തികളിൽ വൈദഗ്ധ്യം കൊണ്ടുവരിക. എന്തു ചെയ്താലും അതൊരു ലക്ഷ്യബോധത്തോടെ ഏറ്റവും നന്നായി ചെയ്യുക. ഇത് നമുക്കുള്ള ഒരു റോഡ് മാപ്പ് പോലെയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ
ഈ പുതിയ യുഗത്തെ വരവേൽക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്നാമതായി, മാറ്റത്തെ പേടിക്കരുത്. അതിന് 2 കൈയും നീട്ടി സ്വാഗതം ചെയ്യണം. രണ്ടാമത്, യുഗഋഷി പ്രഖ്യാപിച്ച ആ ശോഭനമായ ഭാവിയിൽ ഉറച്ചു വിശ്വസിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായും, ലോകത്തെ മാറ്റാൻ ഇറങ്ങുന്നതിനു മുൻപ് സ്വയം മാറണമെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും മെച്ചപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം. അപ്പോ ഈ സംഭാഷണം നമുക്കിവിടെ അവസാനിപ്പിക്കാം. പക്ഷേ ഒരു ഉത്തരം തന്നിട്ടല്ല, പകരം നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ്. ഒരു പുതിയ യുഗം വരികയാണ്. ആ യുഗത്തിന് നിങ്ങൾക്ക് എന്ത് സംഭാവന നൽകാൻ കഴിയും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. നന്ദി.